ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ കുറച്ച് ഫാബ്രിക്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഷോപ്സിൽ നിന്ന് മേടിച്ചിട്ടുള്ള കുറച്ച് ഫാബ്രിക്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. 7 മെറ്റീരിയലാണ് ഞാനന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഈ കാണുന്നത്. വൈറ്റിൽ ബ്ലാക്ക് ഇതുപോലുള്ളൊരു ഡിസൈൻ വന്നിട്ടുള്ള. അപ്പോൾ നമുക്കിന്ന് ഇത് വെച്ചിട്ടൊരു ഫ്രോക്ക് തയ്ക്കാം. ഓക്കെ, ഇത് വലിയവർക്കുള്ള ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മെറ്റീരിയൽ 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് കഴുത്തകലം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ 3 ഇഞ്ചാണ് കഴുത്തകലം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി താഴേക്ക് നമുക്ക് ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. നിങ്ങളുടെ കഴുത്തിന് എത്രയാണോ ഇറക്കം വേണ്ടത് അതാണ് ഈ ഒരു ഭാഗത്ത് അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. ഫോൾഡ് ചെയ്ത ഭാഗത്താണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതുപോലെ സ്ക്വയറായിട്ട് വരച്ചു കൊടുക്കാം. നമുക്കിതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം. അപ്പോൾ യു കഴുത്താണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് അവിടെ ഒരു ഡിസൈനൊക്കെ വരാനുണ്ട്, അതുകൊണ്ട് യു ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കാം. കൈക്കുഴി ഞാൻ എടുത്തിട്ടുള്ളത് 6.5 കേട്ടോ. 6 ഇഞ്ചാണ് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് വന്നിട്ട് 9.5 എടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് സ്ക്വയർ ആക്കി കൊടുക്കാം. ഇനി ചെസ്റ്റിൻ്റെ ഭാഗത്ത് 1 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. തയ്യൽ തുമ്പാണ് കേട്ടോ. നിങ്ങൾക്ക് 1.5 ഇഞ്ച് വരെ വെക്കാവുന്നതാണ്. ഞാൻ 1 ഇഞ്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 14 ലെങ്ത്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അവിടുത്തെ അളവെടുക്കാം. അതിന് ശേഷം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 8 കേട്ടോ. 8 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ അളവ് വരുന്നത്. അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു കൈക്കുഴിയുടെ അവിടെ നിന്ന് ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് വേസ്റ്റിൻ്റെ അവിടേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ കൈക്കുഴിയുടെ അവിടെയും കേവ് വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കാം. കൈക്കുഴിയുടെ അവിടെ ഇതുപോലെ കേവ് വരച്ചു. ഇനി നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഇത് ബോഡി പാർട്ട് മാത്രമാണ്. താഴേക്ക് നമ്മൾ സ്കേർട്ടിൻ്റെ ഭാഗം സെപ്പറേറ്റ് കട്ട് ചെയ്യുന്നുണ്ട്. അത് അംബ്രല്ല കട്ടിലാണ് കട്ട് ചെയ്യുന്നത്. അത് ഞാനിപ്പോൾ 2 വീഡിയോസിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ബോഡി പാർട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. സ്കേർട്ടിൻ്റെ ഭാഗം അംബ്രല്ല കട്ടാണ് കേട്ടോ. അപ്പോൾ വേസ്റ്റിൻ്റെ അളവൊക്കെ മാർക്ക് ചെയ്യുക. താഴ്ഭാഗം ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ബോഡി പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുക്കുക. ഇതുപോലെ സെൻറ്റർ ഭാഗം ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു ഡിസൈൻ നമുക്ക് ഇവിടെ വരച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് വരുന്നത്. ഇതുപോലെയാണ് നമ്മൾ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഫ്രണ്ട് ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസ് എടുക്കാം. അതിനുശേഷം 1 ഇഞ്ച് താഴ്ത്തിയിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി 4 ഇഞ്ച് വീതിയുള്ള ഇതുപോലുള്ള 2 പീസ് ക്ലോത്ത് എടുക്കുക. നമുക്ക് കഴുത്തിന് പ്ലീറ്റ് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ, ഡിസൈൻ ചെയ്യാനാണ്. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ 2 ഇഞ്ച് വീതിയിൽ നമുക്ക് ഇതുപോലുള്ളൊരു പീസും കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു ഫ്രോക്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൈ തന്നെയാണ് കേട്ടോ. കൈയും അതുപോലെ കഴുത്തിൻ്റെ ആ ഒരു ഡിസൈനുമാണ്. അപ്പോൾ തുണി ഇതുപോലെ 4ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നോർമൽ നമുക്ക് എത്രയാണോ കൈക്ക് നീളം വേണ്ടത് അത് ആദ്യം തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 12 ഇഞ്ചാണ് കേട്ടോ. എൻ്റെ കൈയുടെ അളവാണ്. കൈയുടെ നീളം 12 ഇഞ്ചാണ് വരുന്നത്. അത് ആദ്യം അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നമുക്ക് അതിന് നേരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കൈക്കുഴിയുടെ അളവ് എടുക്കുക. അതിന് ശേഷം ആ ഒരളവ് കൂടി ഇവിടെ അടയാളപ്പെടുത്തി അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആ ഒരു
മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് മുകളിലോട്ട് ഒരു 5 ഇഞ്ച് അല്ലെങ്കിൽ 5.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗം 3 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴേക്ക് സ്ക്വയർ വരച്ചു കൊടുക്കുക. ആ ഒരു ലൈനിൽ മുട്ടുന്ന രീതിയിൽ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആ ഒരു കൈക്കുഴി മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ താഴെ നിന്ന് ഒരു 2 ഇഞ്ച് വിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ. നമ്മുടെ നോർമൽ കൈ വരുന്നത് ഇതുപോലെയാണ്. ഇപ്പം ഞാൻ വരക്കുന്ന രീതിയാണ് നോർമൽ കൈക്ക് നമ്മൾ ചെയ്യുന്നത്. കണ്ടല്ലോ, ഇതുപോലെയാണ് നമ്മൾ നോർമൽ കൈ വരുന്നത്. നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഡിസൈനിന് മുകളിൽ പ്ലീറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു 5 ഇഞ്ച് മുകളിലോട്ട് നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അവിടെ നിന്ന് ഇതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. മുകളിൽ നമ്മൾ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് താഴേക്ക് ആ ഒരു കൈക്കുഴിയുടെ ഭാഗത്തേക്ക് ഇതുപോലെ കണ്ടോ, ഇതുപോലെ നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി കൈയുടെ താഴ്ഭാഗത്ത് നമുക്ക് 6 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്ത് കൈക്കുഴിയുടെ ഭാഗത്ത് നിന്ന് താഴേക്ക് നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. ഈ ഒരു കൈ എന്ന് പറയുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ചെയ്തു വരുമ്പോൾ. അപ്പോൾ നമുക്കിതൊന്ന് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്യാം. നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ഇതുപോലെ അത് 2 പീസാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ വരച്ചപ്പോൾ ആ ഒരു മുകൾ ഭാഗം കർവ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കണ്ടല്ലോ, മാർക്ക് ചെയ്തിട്ട് കാണുന്നില്ലേ, അത് കർവ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വെട്ടാൻ മറന്നു കേട്ടോ. ഇപ്പോഴാണ് വെട്ടുന്നത്. ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത അതിലൂടെ തന്നെ വെട്ടിക്കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കർവ് ആക്കി കൊടുക്കുക. ഇനി ഈ ഒരു കൈ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. നമ്മൾ നോർമൽ സ്ലീവ് ചെയ്യുമ്പോൾ ഒരു ഭാഗത്തോട്ട് മാത്രമാണല്ലോ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് വന്നിട്ട് സെൻറ്റർ ഭാഗത്ത് നിന്ന് ഇടത്തോട്ട് വരുമ്പോൾ ഇടത്തോട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അതുപോലെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഓപ്പോസിറ്റ് ചെയ്യുമ്പോൾ വലത്തോട്ടും പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോഴാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലൈനിങ് ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് വെക്കുക. മെയിൻ ക്ലോത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് എല്ലാ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കാം. ഇത് സ്കേർട്ടിൻ്റെ ഭാഗമാണ് കേട്ടോ. അംബ്രല്ല സ്കേർട്ടാണ്. ഞാൻ ഇതിൻ്റെ കട്ടിങ് കാണിക്കാത്തത് 2 വീഡിയോയിൽ ഞാൻ കട്ടിങ് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കാണാത്തവർ അതൊന്ന് പോയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈനിങ്ങും ആയിട്ടുണ്ട്. ബോഡി പാർട്ടും ലൈനിങ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം തന്നെ ബോഡി പാർട്ടിൽ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ലൈനിങ് വെക്കുക. അതിന് മുകളിലായിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം, തുണിയുടെ നല്ല വശം ലൈനിങ്ങുമായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു നമ്മൾ ഡിസൈൻ ചെയ്തിട്ടില്ലേ, കഴുത്തിന് ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. കഴുത്തിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ആ ഒരു റൗണ്ട് ഷേപ്പ് വന്നെടുത്ത് മാത്രം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ലൈനിങ് കൂടി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ലൈനിങ്ങിൻ്റെ നല്ല വശവും തുണിയുടെ നല്ല വശവുമാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ബാക്ക് പാർട്ടിൻ്റെ കഴുത്ത് നമ്മൾ മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതുകൂടി നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ നമ്മൾ 2 പീസ് ഇതുപോലെ എടുത്തിട്ടില്ലേ 4 ഇഞ്ചിൻ്റെ, അതിൻ്റെ ഒരു വശം നമ്മൾ മടക്കി തയ്ച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ലോക്കിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ ഫ്രണ്ട് പാർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസൈൻ കൊടുത്ത ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് അവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കാം. എങ്കിൽ മാത്രമേ നമ്മൾ തിരിച്ചിട്ട് അടിക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ.
അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ഒരു പ്രസ് അടി കൂടെ കൊടുക്കുക. കണ്ടോ, ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ നല്ല നീറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഡിസൈനിൻ്റെ ഭാഗത്ത് മാത്രം പ്രസ് അടിവ് കൊടുക്കുക. ഇനി ബാക്ക് പാർട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ബാക്ക് പാർട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇനി ഈ ഒരു പീസ് എടുക്കുക. അതായത് നമ്മൾ ഒരു ഭാഗം മാത്രം മടക്കി തയ്ച്ചിട്ടുള്ള ആ ഒരു പീസ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് പ്ലേറ്റ് ഇട്ട് കൊണ്ടുവരണം കേട്ടോ. ആ കഴുത്തിൻ്റെ ഭാഗത്ത് വെക്കാനാണ്. ഇത് പ്ലേറ്റ് ചെയ്യുന്നത് സാധാരണ നമ്മൾ പ്ലേറ്റ് ഇടും പോലെ ഒരു വശത്തേക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടല്ല പ്ലേറ്റ് ഇടുന്നത്. ഇതുപോലെ തുണി എടുക്കുക. അതിന് ശേഷം ആദ്യം നമ്മൾ വലത്തോട്ട് ഇതുപോലെ ഒരു പ്ലേറ്റ് കൊടുത്തു. ഇനി നമ്മൾ ഇടത്തോട്ട് ഒരു പ്ലേറ്റ് കൊടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെയാണ് നമ്മളിതിന് പ്ലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കൊന്ന് പിൻ വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത പ്ലേറ്റും വലത്തോട്ടാണ് വരുന്നത് കേട്ടോ. ഇതുപോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് വലത്തോട്ട് ഒരു പ്ലേറ്റ് കൊടുക്കുക, നേരത്തെ ചെയ്ത പോലെ. ഇനി ഇടത്തോട്ട് ഒരു പ്ലേറ്റ് കൊടുക്കുക. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ പ്ലേറ്റ് ഇട്ട് പോകുന്നത്. ഇതുപോലെ നമുക്ക് ആ ഒരു 2 പീസും ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെയാണ് പ്ലേറ്റ് ഇട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കണ്ടല്ലോ, ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ 2 പീസും ഇതുപോലെ നല്ല നീറ്റായിട്ട് പ്ലേറ്റ് ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ അരുഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു ഭാഗം മാത്രം മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ തയ്ച്ചു വെച്ചിട്ടുള്ള ആ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, അതിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ സൈഡ് മടക്കി തയ്ച്ചിട്ടില്ലേ, ആ ഒരു ഭാഗം ഈ ഒരു സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വെക്കുക. എന്നിട്ട് പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് തയ്ച്ചെടുക്കാം. ഇതിലൂടെയാണ് നമ്മൾ തയ്ക്കുന്നത്. ഈ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടല്ലേ നമ്മൾ പ്ലേറ്റ് ഇട്ട് തയ്ക്കുക. അപ്പോൾ ആ ഒരു ഭാഗത്തൂടെ തന്നെ സ്റ്റിച്ചിട്ട് പോവുക. അപ്പോൾ 2 വശത്തും ഇതുപോലെ നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 2 ഭാഗത്തും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ളൊരു 2 പീസ് എടുക്കുക. ഞാൻ ആദ്യം 2 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്ത് 1.5 ഇഞ്ച് മാത്രം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2 ഇഞ്ചുള്ള പീസാണ്. അതിന് ഞാൻ 1/2 ഇഞ്ച് വെട്ടി മാറ്റിയിട്ട് 1.5 ഇഞ്ച് ആക്കിയിട്ടുണ്ട്. 1.5 ഇഞ്ച് നമുക്ക് വേണ്ടുള്ളൂ കേട്ടോ. വീതിയാണ് പറയുന്നത്. വീതി 1.5 ഇഞ്ച് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പാർട്ട് എടുക്കാം. എന്നിട്ട് ഈ ഒരു പീസ് നമ്മൾ ആദ്യം തയ്ച്ച് വെച്ചിട്ടുള്ള ആ ഒരു പ്ലേറ്റിൻ്റെ മുകളിലൂടെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ തയ്ക്കാം കേട്ടോ. അറ്റഭാഗത്ത് മാത്രം തയ്ച്ചെടുക്കാം. ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് ആ ഒരു അറ്റഭാഗം വരെ നമുക്ക് തയ്ച്ചെടുക്കാം. തയ്ച്ചെടുത്തതിന് ശേഷം അവിടെയൊക്കെ ഓരോ കട്ടിങ്സ് ഇങ്ങനെ കൊടുക്കുക. അപ്പോഴേ നല്ല നീറ്റായിട്ട് നമുക്ക് തിരിച്ച് ഇടുമ്പോൾ കിട്ടുള്ളൂ കേട്ടോ. ഇനി ആ ഒരു തയ്ച്ച തുണി ഉണ്ടല്ലോ, ആ ഒരു പീസ് അതിൻ്റെ അറ്റഭാഗം ഇതുപോലെ മടക്കി കൊടുക്കുക. ആദ്യം ഇതുപോലെ ഫോൾഡ് ചെയ്യുക, പിന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ഒരു വട്ടം കൂടി ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈഡ് ഭാഗത്തൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക.
അപ്പോൾ അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗം എത്തുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ മടക്കി നമുക്ക് തയ്ച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെയാണ് കഴുത്തിൻ്റെ ഭാഗം വരുന്നത്. കഴുത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ആ പ്ലീറ്റ് ഇട്ട ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ വൈറ്റ് പീസ് തന്നെ എടുത്തത് അവിടെ ഒരു ഡിസൈൻ പോലെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അതേ ക്ലോത്ത് തന്നെ എടുക്കാതെ ഈ ഒരു പ്ലെയിൻ വൈറ്റ് എടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്കിത് ഇതുപോലെ ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ലാസ്റ്റ് ലുക്ക് വരുന്നത് കേട്ടോ. ഒരു വശത്ത് ഇതുപോലെ ഇങ്ങനെ വരും. ഇതേ മെത്തേഡ് തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കാം. ഇതുപോലെ പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അരികു ഭാഗത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ആ ഒരു പീസിൻ്റെ അറ്റഭാഗത്ത് നിന്ന് മടക്കി തയ്ച്ച് ആ ഒരു കഴുത്തിൻ്റെ ഭാഗത്തൂടെ തയ്ച്ച് നമുക്ക് കൊണ്ടുവരാം. ഇതുപോലെ അറ്റഭാഗത്ത് മടക്കി കൊടുക്കുക, സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. കഴുത്തിൻ്റെ ഭാഗം ഇതുപോലെയാണ് വരുന്നത്. നമുക്കപ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ ഒരു കട്ടൊക്കെ ഇട്ട് കൊടുക്കാം. തയ്ച്ച് ഇട്ട് വരുമ്പോൾ നല്ല മോഡലാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്ക് പാർട്ടിൽ നമ്മൾ കഴുത്ത് മാത്രം സ്റ്റിച്ച് ചെയ്ത് കട്ടിങ്സും കൊടുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ, അത് എടുക്കുക. ഇതിന് പ്രസ്സടിവ് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ നല്ല വശം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതായത് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഇതുപോലെ ചേർത്ത് വെച്ച് ഷോൾഡറിൻ്റെ ഭാഗത്ത് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ നല്ല വശം ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ പ്ലേറ്റ് ഇട്ട ആ ഒരു പീസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ലെവലാക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അധികം തുണിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കുക. അതിനുശേഷം ബാക്ക് പീസിൻ്റെ നല്ല വശം ഇതുപോലെ വെക്കുക. ലൈനിങ് ബാക്കോട്ടാക്കി ഇതുപോലെ ഫോൾഡ് ചെയ്ത് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലേറ്റിൻ്റെ ആ ഒരു പീസൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ വെക്കുക. കണ്ട ഇതുപോലെയാണ് വരുന്നത്. നമുക്കിവിടെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇനിയാണ് ഷോൾഡർ തയ്ച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്ക് പീസിൻ്റെ കഴുത്ത് പ്രസ് അടിവ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പ്രസ് അടിവ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുന്നിൽ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് മുകളിൽ നിന്ന് താഴോട്ട് വരെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തു. താഴെ എത്തുമ്പോൾ ചെറുതായിട്ടൊന്ന് വീതി കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ചെയ്യണമെന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് അവിടെ ഒരു ഷേപ്പ് കിട്ടാൻ മാത്രം ചെയ്തതാണ്. അപ്പോൾ നമ്മൾക്ക് ഇനി കൈയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കൈ നമ്മളെടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതാണ് സെൻറ്റർ വരുന്നത്. അവിടെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പ്ലേറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. രണ്ട് രീതിയിൽ നമുക്ക് പ്ലേറ്റ് ഇടാം. അതായത് നമ്മൾ ആദ്യം തന്നെ കയ്യിൽ പ്ലേറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് ആ ഒരു ഷോൾഡർ ഭാഗത്ത് കൈക്കുയുടെ ഭാഗത്ത് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ആ ഒരു ബോഡി പാർട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ പ്ലേറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് പ്ലേറ്റ് വരുന്നത്. അതായത് വലത്തോട്ട് പോകുമ്പോൾ വലത്തെ സൈഡേക്ക് തന്നെ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. അതുപോലെ ഇടത്തോട്ട് പോകുമ്പോൾ ഇടത്തെ സൈഡ് തന്നെ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. അതായത് ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് നമ്മൾ പ്ലേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സെൻറ്റർ ഭാഗം ഇതുപോലെ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് കൈയുടെ സെൻറ്റർ ഭാഗം വെച്ച് ഒരു പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സെക്യൂർ ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. ഇനി നമുക്കിതാ ഇടത്തോട്ട് ഇതുപോലെ പ്ലേറ്റ് ഇട്ട് പോകാം. അപ്പോൾ മുകളിൽ മാത്രമാണ് ഈ ഒരു പ്ലീറ്റ് വരുന്നത്. കുറച്ച് താഴോട്ട് പോകുമ്പോൾ നമ്മൾ പ്ലെയിൻ ആയിട്ട് തന്നെ അടിച്ചു പോവാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് പ്ലീറ്റ് ഇട്ടിട്ട് വരാം. അപ്പോൾ രണ്ട് കൈയും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ട, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു ഫിനിഷിംഗ് ലുക്ക് നമുക്ക് മനസ്സിലാവുള്ളൂ.
അപ്പോൾ ഒരു പ്ലേറ്റ് ഇട്ട് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇതാ ഇങ്ങനെയാണ് വരുന്നത്, കണ്ടില്ലേ? ഇതുപോലെ ഒരു ഭാഗത്ത് ഇങ്ങനെ പ്ലേറ്റ് ഇടുക. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പ്ലേറ്റ് ഇട്ട് പോവുക. കണ്ടല്ലോ, ഇങ്ങനെയാണ് വരുന്നത്. താഴോട്ട് വരുന്തോറും പ്ലേറ്റിൻ്റെ എണ്ണം കുറയും കേട്ടോ. താഴോട്ട് നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്നില്ല, ഇതാ ഇത്ര മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതായത് ഒരു 4-5 പ്ലേറ്റേ നമുക്ക് കിട്ടുള്ളൂ. ഒരു ഭാഗത്ത് 4-5 പ്ലേറ്റേ കിട്ടുള്ളൂ. ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമുക്ക് ആ കൈയുടെ അരികു വശമൊക്കെ അടിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സ്കേർട്ടിൻ്റെ പാർട്ട് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്കേർട്ടിൻ്റെ ഭാഗം വെച്ച് കൊടുക്കാം. അതിന് ശേഷം ലൈനിങ് കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/4 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ അതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗമൊക്കെ അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തിരിച്ചിട്ടതിന് ശേഷം ആ ഒരു ലൈനിങ്ങിൻ്റെ ഭാഗത്ത് നമുക്ക് ചെസ്റ്റിൻ്റെ അളവും വേസ്റ്റിൻ്റെ അളവൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതുപോലെ തന്നെ കൈയുടെ അളവും കൈയുടെ വീതിയുടെ അളവൊക്കെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. കൈയുടെ വീതിയുടെ അവിടെ നിന്ന് നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ വരെ മാത്രമേ ആദ്യത്തെ സ്റ്റിച്ച് കൊടുക്കുന്നുള്ളൂ. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ടോ? ആ ഒരു കൈയുടെ അവിടെ നിന്ന് തുടങ്ങി നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ വരെ മാത്രം സ്റ്റിച്ച് ഇട്ട് അവിടെ ഒരു ലോക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ ലൈനിങ് തുണി മാറ്റിയിട്ട് ഉള്ളിലുള്ള മെയിൻ ക്ലോത്ത് നമ്മൾ ആ ഒരു സ്റ്റിച്ചിട്ട ഭാഗത്ത് നിന്ന് തുടങ്ങി താഴെ വരെ തയ്ച്ചു കൊടുക്കുക. ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ചിൻ്റെ ആ ഒരു ലാസ്റ്റ് എൻഡിങ് വരുന്നത്. അവിടെ നിന്ന് താഴോട്ട് നമുക്ക് സ്റ്റിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ലൈനിങ് രണ്ടും കൂടി വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ലൈനിങ് സെപ്പറേറ്റും അതുപോലെ മെയിൻ ക്ലോത്ത് സെപ്പറേറ്റുമാണ് താഴ്ഭാഗത്ത് സ്കേർട്ടിൻ്റെ ഭാഗത്ത് വരുന്നത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ തയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നമുക്കൊന്ന് ഇട്ടുകൂടെ നോക്കാവേ. ഇതുപോലെ കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു ഡിസൈൻ വന്നു. കയ്യിലും ആ ഒരു ഡിസൈൻ കൊടുത്തപ്പോൾ നല്ല അടിപൊളി ലുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടാലോ? കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. കൈയുടെ ഭാഗം ഇതുപോലെയാണ് വരുന്നത്. കഴുത്തിൻ്റെ അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇട്ടിട്ട് റെഡിമെയ്ഡ് ആണെന്നേ പറയുള്ളൂ, അത്രയും നല്ല അടിപൊളിയായിട്ട് ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലോത്തിന് വെറും 30 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. മീറ്ററിന് 30 രൂപ മാത്രമേ ഉള്ളൂ. ഷോപ്സിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അൺസ്റ്റിച്ചഡ് ഫാബ്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഇതുപോലുള്ള ക്ലോത്ത് കിട്ടും. അപ്പോൾ വാങ്ങിയിട്ട് എല്ലാവരും തയ്ച്ച് നോക്കുക. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കമൻറ്റും ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.